റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യങ്ങളുടെ പൂക്കാലം, അനുഗ്രഹങ്ങളുടെ പുണ്യങ്ങൾ വിതക്കുന്ന വിശുദ്ധമായ റമദാൻ ഷരീഫ്, പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹീതമായ രാത്രികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ഓരോ ദിവസങ്ങളും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. നാം അനുഷ്ഠിച്ച നോമ്പുകൾ, ചെയ്ത സൽക്കർമ്മങ്ങൾ എല്ലാത്തിനും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹന്ന. ഹന്ന എവിടുന്നാണ്? എടപ്പാൾ. ഹന്ന എടപ്പാൾ. ഹന്ന നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്, വിളിക്കാറുണ്ടല്ലേ? സമ്മാനം കിട്ടിക്കണോ? കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്നാലും ഒന്നുകൂടി നോക്കാല്ലേ? ചോദിക്കട്ടെ, മദീനയിൽ സ്ഥാപിക്കപ്പെട്ട പ്രഥമ പള്ളി ഏതാണ്? മദീനയിൽ സ്ഥാപിക്കപ്പെട്ട പ്രഥമ പള്ളി ഓപ്ഷൻ വേണോ? മസ്ജിദുൽ ഖുബ, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ 2 മസ്ജിദുൽ ഹറാം. ഉറപ്പിക്കാം അല്ലേ? മസ്ജിദുൽ ഹറാം എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം മസ്ജിദുൽ ഖുബയാണ് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സൻഹ ഫാത്തിമ. സൻഹ ഫാത്തിമ എവിടുന്നാണ്? പത്തായി. സൻഹ, ചോദ്യം ചോദിക്കട്ടെ? ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ? ഒന്നാമത്തെ ചോദ്യം, സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായത് എവിടെ വെച്ചാണ്? സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ് എന്താ? മദീന, മക്ക, ത്വായിഫ്. ഒന്നുകൂടി പറയോ? മദീന, മക്ക, ത്വായിഫ്. സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായത് എവിടെയാണെന്നാണ് ചോദ്യം. മദീന. മദീന എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, ബാങ്കിന്റെ വാക്യങ്ങൾ സ്വപ്നം കണ്ട വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചതാരാണ്? ബാങ്കിന്റെ വാക്യങ്ങൾ ഞാൻ സ്വപ്നം കണ്ടു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ 1 അബ്ദുല്ലാഹി ഇബ്നു സൈദ്, 2 അബൂ ത്വൽഹ, 3 സൈദ് ബിൻ സാബിത്ത്. ഒന്നുകൂടി പറയോ? ബാങ്കിന്റെ വാക്യങ്ങൾ സ്വപ്നം കണ്ടു എന്ന വിവരം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചത് ആരാണ്? ഓപ്ഷൻ അബ്ദുല്ലാഹി ബിൻ സൈദ്, ത്വൽഹ. ഹലോ, ഹലോ. ഒന്ന് അബ്ദുല്ലാഹി ബിൻ സൈദ്, ആ രണ്ട് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, ആ മൂന്ന് അബ്ദുല്ലാഹി ബിൻ റവാഹ. ഒന്നാമത്തെ. ഹലോ, ഹലോ. ഒന്നാണോ? ആ അബ്ദുല്ലാഹി ബിൻ സൈദ് ആണോ? ആ അബ്ദുല്ലാഹി ബിൻ സൈദ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ മൈമൂന റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേരെന്താണ്? മൈമൂന റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ. ഓപ്ഷൻ ഒന്ന് ഹാരിസ്, രണ്ട് ആമിർ, ആ മൂന്ന് സഫ്വാൻ. ഒന്നുകൂടി പറയോ? ഹാരിസ്, ആമിർ, സഫ്വാൻ. ഹാരിസ്. ഹാരിസ് ആണോ? ആ ഉറപ്പിക്കാം. ആ ഹാരിസ് എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ലോക്ക് ചെയ്യട്ടെ? ആ ലോക്ക് ചെയ്തിട്ട് ഒന്ന് മാറ്റാൻ പറ്റില്ല. ഓപ്ഷൻസ് ഒന്നുകൂടി പറയോ? ഇനി പറയാൻ പറ്റില്ല, ലോക്ക് ചെയ്തു. ഹലോ, ആ ആരാ ഉത്തരം പറഞ്ഞത്? ഉമ്മച്ചി പറഞ്ഞു. പറഞ്ഞതാണോ? ആ എന്തത്ര ഉറപ്പ്? ടർക്കി കുത്തിയതാ. കറക്കി കുത്തിയതാ? ആ, ശരിയാവോ? അറിയില്ല. ശരിയാലെന്താ ഉണ്ടാവുക? സമ്മാനം കിട്ടും. സമ്മാനം കിട്ടൂലേ? ഇല്ലെങ്കിലോ? കിട്ടില്ല. കിട്ടൂല അല്ലേ? എന്താ ഇപ്പൊ ചെയ്യാ? സമ്മാനം കിട്ടുമോ? നോക്കാം. നോക്കല്ലേ? സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും സന്തോഷാണോ? ആ ഉറപ്പാ? ആ നോക്കല്ലേ? ആ നിങ്ങൾ പറഞ്ഞത് ഹാരിസ് എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. എന്തില്ല. സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. ആ അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷാനിഫ. ഷാൻഫ എവിടെ നിന്നാണ്? മൂതൂര്. മൂതൂര്. ചോദ്യം ചോദിക്കട്ടെ? ആ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4-ല്. 4-ലോ? എവിടെ പഠിക്കുന്നത്? വട്ടംകുളം സ്കൂളില്. വട്ടംകുളം സ്കൂളിൽ. നന്നായി പഠിക്കണുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരമൊക്കെ പറയാൻ പറ്റുമോ? ആ ആരാ അടുത്തുള്ളത്? ഇന്നുണ്ട്. പിന്നെ എല്ലാരും ഉണ്ട്. എല്ലാരെയും അടുത്ത് വിളിച്ച് നിർത്തൂ. ആ എന്നിട്ട് അവരോട് ചോദിക്കണം കേട്ടോ. ആ എന്നിട്ട് പെട്ടെന്ന് പറയണം കേട്ടോ. ഉസ്താദിന്റെ പേരെന്താ? എന്റെ പേരറിയില്ലേ? ഇസ്മയിലാണോ? ഏ, ഇസ്മയിലാണോ? ഇസ്മായിൽ അല്ലല്ലോ. എന്നെ കണ്ടുക്കണോ? ഉസ്താദ് ISS പഠിപ്പിച്ചിക്കണ? ISS പഠിപ്പിച്ചിട്ടില്ല. ഏ ഞാൻ ദാറുൽ ഹിദായയിൽ പഠിപ്പിച്ചിരുന്നു. ഏ, ചോദിച്ചതാ. ആ, ദാറുദാലാരും പഠിച്ചിരുന്നോ? ആ ആരാ? എന്റെ മാമൻ പഠിച്ചിരുന്നു. അതെ, എന്താ മാമന്റെ പേര്? ആഷിക്ക്. ആഷിക്കോ? ആ ആ, ആഷിക്ക് ഇപ്പൊ എന്ത് ചെയ്യണു? ഇപ്പൊ ഗൾഫിലാ. ഗൾഫിലാണല്ലേ? ആ ആ, അപ്പൊ എന്നെ കണ്ടുക്കണോ? ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. എന്നാ എന്റെ മാമാട് ചോദിച്ചു നോക്കി എന്നെ അറിയോന്ന് കേട്ടോ. ആ എൻ്റെ പേര് മരക്കാർന്നാണ്. ആ
പേര് കേട്ടുക്കണോ? ഇല്ല. എന്നാ ചോദ്യം ചോദിക്കട്ടെ. ആ. ഒന്നാമത്തെ ചോദ്യം, ആ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ്. ഓപ്ഷൻസ്: 1 ഉമർ റളിയല്ലാഹു അൻഹു, 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 3 അലി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഉസ്മാൻ ഉറപ്പിക്കാല്ലേ? ആ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഉറപ്പിക്കല്ലേ? ആ. ഉസ്മാൻ റളിയല്ലാഹു ഉറപ്പിക്കുകയാണ് കേട്ടോ. ആ. മോള് പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നാണ്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. ആ. വീണ്ടും വിളിക്കണം, ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാത്തിമ റന. ഫാത്തിമ റന എവിടുന്നാണ്? കാഞ്ഞിരമുക്ക്. കാഞ്ഞിരമുക്ക്. ഫാത്തിമ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. പഠിക്കുകയാണോ? എത്രാം ക്ലാസ്സിലാണ്? 3-ല്. 3-ല്. എവിടെയാണ് പഠിക്കുന്നത്? ആൽത്തറ. കാഞ്ഞിരമുക്കിന്ന് ആൽത്തറക്ക് പോകലാണോ? ഉമ്മാന്റെ വീടാണ് കാഞ്ഞിരമുക്ക്. ഉമ്മാടെ വീട് കാഞ്ഞിരമുക്കാണ്, ഉപ്പാടെ വീട് ആൽത്തറയാണ് അല്ലേ? ഇപ്പൊ ഉമ്മാടെ വീട്ടിലാണല്ലേ അല്ലേ? നോമ്പറക്കലിന് വന്നതാണോ? ഇന്ന് വന്നതാണോ? ഇന്നലെ വന്നിട്ടുണ്ട് അല്ലേ? എന്നാ ചോദ്യം ചോദിക്കട്ടെ. റന പാട്ട് പാടുവോ? ഹലോ, റന പാട്ട് പാടുവോ? കുറച്ചൊക്കെ പാടും. എന്നാ ഒന്ന് പാടുവോ? ഹലോ, പാടൂ. അമ്പിളിത്തേനുള്ള ഇമ്പമണമുള്ള അമ്പത്തരുളിയായി പൂമുത്ത് ഫാത്തിമ. ഹാജറ ഫാത്തിമയോ? എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ, ഉഷാറായിട്ടുണ്ട്. എന്നാ ചോദ്യം ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ വേണോ? മക്ക, മദീന, തബൂക്ക്. മക്ക, മദീന, തബൂക്ക്. ഇതിലെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മദീന. റന, മദീന അല്ലേ? മദീന എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം. എന്നാൽ ആ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആരുടെ ഭരണകാലത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായത്? ആരുടെ ഭരണകാലത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായത്? ഓപ്ഷൻസ്: 1 മുആവിയ റളിയല്ലാഹു അൻഹു, 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 3 അലി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻസ് ഒന്നുകൂടി പറയോ? 1 മുആവിയ റളിയല്ലാഹു അൻഹു, 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 3 അലി റളിയല്ലാഹു അൻഹു. ഇതിലേതാണ് ശരിയായ ഉത്തരം? മുആവിയ. ഹലോ, മുആവിയാണോ? ഒന്ന് ഉഷാറായിട്ട് പറയ്, എന്താ ഒരു ഉഷാറില്ലാത്ത?
മുആവിയ എന്നാണ് നിങ്ങൾ പറഞ്ഞുള്ള ഉത്തരം. എന്നാൽ ആ ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. ചോദിക്കട്ടെ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം: 1 അബു ഉമയ്യ്, 2 അബു മർഷിദ്, 3 അബു അബ്ദുള്ള. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻസ് ഒന്നുകൂടി പറയോ? അബു ഉമയ്യ്, അബു മർഷിദ്, അബു അബ്ദുള്ള. അബു ഉമയ്യ. അബു ഉമയ്യാണോ? ഉറപ്പിക്കട്ടെ. അബു ഉമയ്യാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം അല്ലേ? ലോക്ക് ചെയ്തു കേട്ടോ. ഉറപ്പുണ്ടോ? അറിയൂല. നോക്കല്ലേ, ശരിയാണോ നോക്കല്ലേ? എന്നാൽ നിങ്ങൾ പറഞ്ഞത് അബു ഉമയ്യ എന്നാണ്. ആ ഉത്തരം ആരാ പറഞ്ഞത്? മേമോട് ചോദിച്ചു. ഉറപ്പുണ്ടോ ചോദിച്ചു നോക്കി. ഉറപ്പുണ്ടോ ചോദിച്ചു നോക്കി. ചെറിയ സംശയം വലിയ സംശയാവോ? ചെറിയൊരു സംശയം വലിയ സംശയത്തിന്റെ നിഴലിലാണോ തോന്നുന്നുണ്ടല്ലേ? എന്തായാലും നോക്ക, ശരിയാണോ ഇല്ലേന്ന് പറയാ. നോക്കല്ലേ? എന്താണ് റനയുടെ മനസ്സ് പറയണത്? ശരിയാവോ ഇല്ലേ? ചിലപ്പോ ശരിയാകും, ചിലപ്പോ ശരിയാവൂല. എന്നാ നമുക്ക് നോക്കല്ലേ. നിങ്ങൾ പറഞ്ഞ ഉത്തരം അബു ഉമയ്യ എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യില്ലേ? അങ്ങനെ പോയോ? ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യോ? സന്തോഷം. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യട്ടോ. എന്നാ ശരി. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിഗിസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 416.